So it's exciting. Let's see how it goes. ദുബായിൽ ഗൈസ് അങ്ങനെ ഫൈനലി ഒരു 3 to 4 hours വെയിറ്റിന് ശേഷം എനിക്ക് വിസ കിട്ടി അബുദാബിയിലെ. തിങ്സ് ഹാപ്പൻ ഫോർ എ റീസൺ. എനിക്കിങ്ങനെ കോണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്ത് പറഞ്ഞിട്ട്. സോ ഐ ഫീൽ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഫൈനലി ഇവിടെ എത്ര മണിയായെന്ന് പോലും എനിക്കറിയില്ല. ഞാനത് സെറ്റാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു യു കെയിലെ ടൈമാണ്. എനിവേ ഇറ്റ്സ് മിഡ് നൈറ്റ്. ഇറ്റ്സ് സോ ടയേർഡിങ് ഡേ ആയിരുന്നു ഇന്ന്. ഞാൻ വണ്ടിയിൽ വരാൻ നേരത്ത് ഇറ്റ്സ് ലൈക്ക് ഒരു 30 to 45 minutes ട്രാവൽ ഉണ്ടായിരുന്നു ബസ്സിൽ. ആൻഡ് ഐ സ്ലെപ്റ്റ് അറ്റ് ബസ്. അവരെ ഒന്ന് എണീപ്പിച്ചു. 2 റെസ്റ്റോറൻറ്റ്സിൽ അല്ല, ഐ മീൻ 2 ഹോട്ടലിലായിരുന്നു ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2ാമത്തെ ഹോട്ടലിലായിരുന്നു, ഞാനും പിന്നെ ഒരു മലയാളി ചേട്ടനും. ബാക്കി എല്ലാവരും മലേഷ്യൻസോ ഫിലിപ്പീൻസോ എന്തോ ആയിരുന്നു, അവരൊക്കെ വേറെ ഹോട്ടലിലായിരുന്നു. സോ ഇവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു. റെസ്റ്റ് റൂം കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വാഷ്റൂമാണ്. പക്ഷേ ദിസ് ഈസ് സോ ഗുഡ്. അപ്പം ഇനി അടുത്ത റൂം ടൂറിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ കാർഡ് വെച്ച് ലൈറ്റ് ഓൺ ആയപ്പോൾ മനസ്സിലായി. കാണിച്ചു തരാം. കയറുന്നത് ഹിയർ. ആൻഡ് അവിടെ തന്നെ ഒരു മിററുണ്ട്. ആൻഡ് കോംപ്ലിമെൻ്ററി സ്റ്റഫ്സ്, അഗെയിൻ മിറർ. പിന്നെ ഇവിടെ വരുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ടി വി, ഒരു ടേബിളുണ്ട്. ആൻഡ് വി ഹാവ് എ കൗച്ച് ഹിയർ. ലാമ്പ് സോ പ്രിട്ടി. ആൻഡ് ഇവിടെ ബുക്സ് ഉണ്ട്, ഫയൽസൊക്കെ ഉണ്ട്, എന്തൊക്കെയൊക്കെയോ. പിന്നെ ആൻഡ് ഓഫ് കോഴ്സ് അഗെയിൻ ഒരു ബിഗ് മിറർ ഉണ്ട്. ആൻഡ് കൗച്ച് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇതൊരു വലിയ മിറർ വിൻഡോയാണെന്ന് തോന്നുന്നത്. യെസ്, മിറർ വിൻഡോ തന്നെയാണ് ഗൈസ്. ഇപ്പുറത്ത് കടയൊക്കെ ഉണ്ടെന്ന് പോയിട്ട് വന്നാലും. ഇങ്ങനെ പോകുമ്പോൾ ഒരു ബെഡ് which is so comforting. Again ഒരു ടി വി. എന്തിനാണ് 2 ടി വിയൊക്കെ ഒരു റൂമിലായിട്ടുണ്ടോ? ഇത് വാർഡ്രോബ്, വിഗ് വാർഡ്രോബ്. ചെരുപ്പൊക്കെ ഉണ്ട്. അഗൈൻ ലോക്കറൊക്കെ ഉള്ളൊരു സംഭവം. And the best part, washroom. ഇവിടെ ബാത്ടബൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഇത് 2 എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് again a mirror and a big concave or convex mirror. What better can I ask for on my flight back to India? അപ്പം നാളെ എനിക്ക് പറഞ്ഞ പോലെ 2:25 ഫ്ലൈറ്റ്. സോ 11 o'clock ആകുമ്പം ഇവിടെ എത്തിഹാദിൻ്റെ പിക്കപ്പ് വരും. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് കോംപ്ലിമെൻ്ററി. അപ്പോൾ അത് 6 to 10 o'clock വരെ ആയിരിക്കും. അപ്പം 6 to 10 മുന്നേ 18th ഫ്ലോറിൽ, ഞാൻ 5th ഫ്ലോറിലാണ്, 18th ഫ്ലോറിൽ പോയി ഫുഡ് കഴിക്കണം. അതിന് ശേഷം ഫ്രഷായിട്ട് പിക്കപ്പ് വരും.
പക്ഷേ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നു, ഒരു 10 kg ഒരു കുഞ്ഞു ട്രോളി ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രോളി എനിക്ക് പിടിക്കാൻ എൻ്റെ ഒരു ലാപ്ടോപ്പ് ബാഗും ഒരു ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അപ്പം മറ്റേ ട്രോളി പിടിക്കാൻ വയ്യാത്തത് കൊണ്ട് ഐ യൂഷ്വലി ഡൂ ദിസ്. ഞാൻ പറയും എനിക്കിതും കൂടെ ഒന്ന് കയറ്റി വിട്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ദേ യൂഷ്വലി ഡൂ ദാറ്റ്. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് അതും കൂടെ കയറ്റി വിട്ടു ആൻഡ് ഐ വാസ് റൂമിങ് ഫ്രീലി വിത്ത് ദ ബാഗ്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ വില മനസ്സിലാക്കിയത്. വിച്ച് ഇസ് ഐ ഡോണ്ട് ഹാവ് അനദർ ഡ്രസ് ടു ഒന്ന് ഫ്രഷനപ്പ് ആവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡ്രസ്സില്ല മാറിയിടാനായിട്ട്. അപ്പോൾ ദാറ്റ് ഇസ് എ ബിറ്റ് ഓഡ് ബിക്കോസ് ഐ എം ടു ടയേർഡ്. അപ്പോൾ ഇനി എങ്ങാനും ഒരു ഫ്ലൈറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതിലൊരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് നിങ്ങൾ വെച്ചേക്കണം. ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾ വെച്ചേക്കണം, വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു ഇഫ് ദി ഫ്ലൈറ്റ് ഗെറ്റ്സ് ഡിലേഡ് ഓർ മിസ്ഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിന് ഞാൻ മറക്കത്തില്ല. ഐ വിൽ ഡു ദാറ്റ് ഇൻ ഫ്യൂച്ചർ. സോ ഇതാണ് അപ്പം നമ്മുടെ റൂം ടൂറ്. അപ്പോൾ ഇനി ഞാൻ നോക്കട്ടെ, ഇവിടുത്തെ ടൈം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ടൈമിൻ്റെ ആ ഒരു ഇതും എൻ്റെ ഒരു ടയേർഡ്നെസ്സിൻ്റെ ഒരു ഇതുമൊക്കെ നോക്കിയിട്ട് ഐ മൈറ്റ് ഗോ ഔട്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വി ആർ ഗോണ എൻഡ് ദിസ് വ്ലോഗ് ഫോർ ടുഡേ. ഞാൻ വിചാരിച്ചു മറ്റേ എൻ്റെ പാക്കിംഗ് വ്ലോഗിൻ്റെ കൂടെ ഇത് കാണിക്കാമെന്ന്. പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു ലോങ് ആവും, കാരണം ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഐ തിങ്ക് ദിസ് വിൽ ബി അനദർ വ്ലോഗ്. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് പുറത്ത് പോകാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ഫൈനലി ഞാനിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഒരു ദിവസം മൊത്തത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് ടു ദി ഫുൾ പൊട്ടൻഷ്യൽ. കാരണം ഒരു വിസ കിട്ടിയിട്ട് എനിക്ക് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബിക്കോസ് ഓവർ തിങ്കിങ് ചെയ്യുകയാണെങ്കിൽ ഒരു വിസ കിട്ടാൻ വേണ്ടി കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. Not to just visit the country, but to get all that the abroad vibe. അപ്പോൾ എനിക്ക് ഇത് തന്നെ നിങ്ങൾക്ക് ബാക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. See, it's pretty cool to just roam around and the weather I think is okay. എത്ര നാളായി ഞാൻ ഈ വെയിലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് മലയാളിയ. So I thought of just going out, but I made the bed. Everything's clear. അപ്പം നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഗൈസ്. Just this out. I thought of making a coffee, but then breakfast ഉള്ളതുകൊണ്ട് I thought I'll take a coffee over there. അവിടെ കോഫി ഇല്ലെങ്കിൽ പക്ഷെ കോഫി കാണാം. So again, this is the only outfit I have. So yeah, I'm wearing this again. And we are leaving. Bye. Guys, we finally made it to the breakfast. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് രാവിലെ ഇങ്ങനെ എണീറ്റ് ഉറക്കമൊക്കെ ശരിയാവാണ്ട് വന്ന് കഴിക്കുന്നവർ. അപ്പം അതുപോലെ അല്ലെങ്കിൽ പോലും ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ദാറ്റ് മച്ച്, ജസ്റ്റ് 2 hours ഓഫ് നാപ്പ്. അപ്പം അതുകൊണ്ട് ഐ എം ഓക്കെ, ബട്ട് സ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ വന്നതാണ്. This is the Brew House Gastro Pub, which is on the 18th floor of this hotel. അപ്പോൾ
എനിക്ക് പിന്നെ എപ്പോഴും പോയി എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ചങ്ങ് എടുത്തു. ആൻഡ് റൈസ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ കൂടുതൽ. സോ ആൻഡ് ടോസ്റ്റീസ്, അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഈറ്റിംഗ് സംതിങ് എൽസ്. ആൻഡ് ഞാൻ ഒരു പറാത്ത, വെജിറ്റബിൾ കറി, പോച്ച്ഡ് എഗ്ഗ്, പിന്നെ ഒരു ഹാഷ് ബ്രൗൺ, പിന്നെ ഒരു കോഫി, ഒരു ക്രോസോൺ, ഒരു മാർബിൾ കേക്ക്, ഒരു ഫ്രൂട്ട് സാലഡ്, വിച്ച് ഇസ് മൈ ഫേവറേറ്റ്. അപ്പോൾ അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടീ. നാട്ടിലെ കടലക്കറി എനിക്കറിയായിരുന്നു. ബൊഫെ ആണെങ്കിൽ പോലും ദ സെർവിങ് പേഴ്സൺ വാസ് an Indian and most probably a Malayali. അപ്പം എവിഡൻറ്റ് നൗ. പിന്നെ എനിക്ക് ഫോക്ക് നൈഫ് യൂസ് ചെയ്യണമെന്നുണ്ട്. ബട്ട് യുനോ പറാത്തയൊക്കെ ഫോർക്ക് നൈഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല. ഉള്ള കറി ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഈ ടോണും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്ല, ഞാനൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ ഒരു ആളുമായിട്ടൊക്കെ കൂട്ടിന് ഒരാളായിട്ടൊക്കെ വരുന്നത് നല്ല. നമ്മളെ കയറി വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്കും വാസ് ലൈക്ക് ഓക്കെ, 11 വൈബ്സ് അടിക്കാൻ റെഡിയാണ് നമ്മൾ എന്ന് വിചാരിച്ചു. കയറി വന്നപ്പോഴത്തേക്ക് ആൾ ചോദിക്കുക, ആർ യു സിംഗിൾ? അവരുദ്ദേശിച്ചത് ഒരാളായിട്ടാണോ വന്നതെന്നാണ്. ഞാൻ യെസ് എന്നൊക്കെ. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയാളോ, അപ്പോൾ എനിക്ക് മനസ്സിലായാലോ അതല്ല ഉദ്ദേശിച്ചതെന്ന്. എല്ലായിടത്തുനിന്നും അവഗണന. സത്യത്തിൽ ഒരാളോടൊക്കെ വരുന്നതാണല്ലോ. പക്ഷേ ഞാൻ വലിയ ടേബിളിൽ നിന്ന് എടുക്കാതെ ഒരു കോർണർ വ്യൂ ഒക്കെ ഉള്ള ടേബിളാണ് എടുത്തത്. പക്ഷെ അവിടെയും അവർക്ക് വേണ്ടി ഞാൻ തന്നെ തിന്നുന്നത്. നമ്മുടെ മെയിൻ സാധനം കഴിഞ്ഞു. ഇനി നമുക്ക് ഡെസേർട്ട്സ് ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് മാർബിൾ കേക്ക്. കാണുന്നുണ്ട്. ക്ലാസിക് കേക്ക്. ഞാൻ ഒരു പിക്കിൾ എടുത്തായിരുന്നു, ട്രൈ ചെയ്തത്. പക്ഷെ ഒന്നെടുത്തോളൂ, ഞാൻ ട്രൈ ചെയ്യാൻ കുറച്ചുകൂടെ എടുത്താൽ മതിയായിരുന്നു. ക്രോസോൺസ് ട്രൈ ചെയ്തു. എല്ലാം കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്ത് എവിടെ എത്തുമെന്തോ. ചോക്ലേറ്റ് ക്രോസോൺ. ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പാണ്. നമുക്കൊരു കാർഡുണ്ട്. അവരുടെ കാർഡ് ഇങ്ങനെ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ. ദാറ്റ് വാസ് എ ന്യൂ തിങ് ടു മീ. ഹാപ്പി ടു മീ. പാസ്പോർട്ട് എടുക്കണോ? പാസ്പോർട്ട് എടുക്കണം. ഞാനും എവിടെയെങ്കിലും വെച്ചൊക്കെ മറന്നു പോയാലോ. I have my passport. I have my headset. I have my room keys. Mic. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. സോ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം.
finally out. Ooh, stunk. ഞാൻ അവിടെ ഇറങ്ങുന്ന പോലെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങി. എനിക്കറിയാം ഇവിടെ ചൂടായിരിക്കും, ബട്ട് സ്റ്റിൽ കാറ്റുണ്ടാവും എന്ന് ഓർത്തിട്ട് ഞാൻ ജാക്കറ്റ് എടുത്തു. പക്ഷെ എല്ലാ വെയില്, നല്ല ചൂട്, ലൈക്ക് വോം. സോ ജാക്കറ്റ് ഞാൻ കയ്യെ പിടിച്ചു, ജസ്റ്റ് ഇൻ കേസ്. ഹായ് ഹായ്. ഗൈസ്, നമ്മുടെ കൊടിയൊക്കെ ഇവിടെ ഉണ്ട്. അബുദാബി ഈസ് ആക്ച്വലി ഹ്യൂജ്. പക്ഷെ കുറേ ഫാമിലിയർ ഫേസസ് ഉണ്ട്, കുറേ മലയാളികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആരെയെങ്കിലും പിടിച്ചൊന്ന് കണക്റ്റ് ആക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എന്തോ ആരും ഒരാൾ സമ്മതിക്കുന്നില്ല. ബട്ട് ഞാൻ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടും ഗൈസ്. ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴും മനസ്സിലായത് ഞാൻ ഈ എടുക്കുന്നത് ഒരു വലിയ റിസ്ക്കാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കയ്യിൽ നെറ്റില്ല. ആൻഡ് നമുക്കെങ്ങാനും ദൂരോട്ട് വല്ലതും നടന്നു പോയി കഴിഞ്ഞാൽ മാപ്പ് നോക്കി തിരിച്ചു വരാനുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, എൻ്റെ കൺവട്ടത്തു നിന്ന് ഞാനത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങോട്ടൊക്കെ തിരിച്ചു പോകുന്നത് ഡൗട്ടാണ്. സോ ഐ ആം ഡൂയിങ് സച്ച് എ ഒറ്റ മൈൻഡ് തിങ്, ബട്ട് വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. ഐ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഇവിടെ വരെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഈസ് നോട്ട് ഗുഡ്. എന്നാലും ഞാനൊരു 1 കിലോമീറ്ററിന് ചുറ്റളവിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ മീ. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നെ എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി ഭീകര ജീവിയിൽ നോക്കുന്നവർ നോക്കുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഈ ചൂടത്ത് ഐ ഹാവ് ദിസ് ഇൻ മൈ ഹാൻഡ്. എനിക്കത് തിരിച്ചിന് കൊണ്ട് വച്ചിട്ട് വരാനുള്ള സമയമില്ല, എനിക്ക് മടിയാണ്. ഞാനത് അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. മറ്റേ ഇറ്റ്സ് ഫൺ. ഞാൻ കുറച്ചു നേരം പോയി ബസ് സ്റ്റോപ്പിൽ നിന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഈ ബസ്സിൽ കയറാനിരിക്കും. ബസ്സുകൾ കുറേ പോകുന്നു, ഞാൻ കയറുന്നില്ല. ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാതെ എല്ലാവരും നോക്കി വായി നോക്കി നിൽക്കുക. നല്ല രസമുണ്ട്. ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരുടെ കൂടെ ഇപ്പോൾ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ. പക്ഷേ നെറ്റില്ലാത്തത് കൊണ്ട്, മാപ്പ് സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ദൂരോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. That too, I've got 2 hours left. Talabat. Oh, Talabat. Yeah, I remember Talabat. ഞാൻ കാണിക്കുന്ന വളുതരത്തിനൊരു പരിധിയില്ല ഗൈസ്. ഞാൻ പോയി ബസ് സ്റ്റാൻഡിൽ കുറേ നേരം നിന്നു. കുറേ ബസ് വന്നിട്ട് ഞാൻ കയറിയില്ല. ഞാൻ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുമായിരുന്നു. ഇറ്റ്സ് സോ ഫാസിനേറ്റിംഗ് ദാറ്റ് സ്മോൾ തിങ്സ് മാറ്റർ ടു മീ. ലൈക്ക് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഓരോരുത്തരും അവരുടേതായ ഓരോ ലൈഫിൽ ഹറിബറി ആയിട്ട് ഇങ്ങനെ പോകുന്നു. നോബഡി ഈസ് കൺസേൺഡ് അബൌട്ട് നോബഡി. ആൻഡ് ദെൻ ഓരോരുത്തരും അവരുടെ ഓരോ യൂണിഫോംസ്, അവരുടെ ടീഷർട്ട്സിൽ എഴുതിയിരിക്കുന്ന പേരുകൾ, അവരുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട് അവർ ഏത് കൺട്രിയിൽ നിന്നാണെന്നുള്ള ഗസ് ചെയ്യൽ, ഇതിലൊക്കെയാണ് ഞാൻ സമയം കണ്ടെത്തിയത്. ആൻഡ് അവർ ക്രോസ് ചെയ്തതുപോലെ ഞാനും ജസ്റ്റ് ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്തു, ഒരു സീബ്ര ക്രോസിങ് ക്രോസ് ചെയ്തു. ഇറ്റ്സ് സോ ഫൺ. എനിക്ക് നൈറ്റ് എത്തിയത് കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, ഞാനും കണ്ടില്ല. ദിസ് ഈസ് ദി ഹോട്ടൽ വിച്ച് ഐ വാസ് സ്റ്റേയിങ്. Oh my god. This is the Crystal Hotel. ലാസ്റ്റ് ഇനി ഒരു 1 hour കൂടെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെയും ഹോട്ടലിൻ്റെ പുറത്ത് തണലത്തിരിക്കാൻ കുറച്ച് സ്പേസ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നു. ബിക്കോസ് എനിക്ക് തലവേദന എടുക്കും വെയിലടിച്ച, പണ്ട് പോലെ ഉള്ളതാ. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ദ ഡേ ടു ബി ബാഡ്. So I quit walking. Then I came back. അപ്പം
മുകളിൽ പോകണ്ടെന്ന് ഓർത്ത് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് എ കൂൾ പ്ലേസ് ടു സിറ്റ് ആക്ച്വലി, സിറ്റ് ആൻഡ് ചിൽ. ആൻഡ് ഫൈനലി ഇറ്റ്സ് ടൈം. ഇറ്റ്സ് 10:30. എനിക്ക് 11-നാണ് ഇറങ്ങി കൊടുക്കേണ്ടത്, കാറ് വരും. സോ ഞാൻ ഓർത്തു ആ ലോബിയിൽ തന്നെ പോയിരിക്കാമെന്ന്. ഇവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോവും. സോ ടയേർഡ്. അപ്പോൾ അബുദാബി, താങ്ക് യു ഫോർ ഹാവിങ് മീ. വേറൊരു ഡിലേയും കാര്യങ്ങളും വന്നില്ല എങ്കിൽ ഐ റീച്ച് ഹോം അറ്റ് നൈറ്റ്. സീ യു. Thank you for your patience. Rest of the flight. അങ്ങനെ വെച്ചിട്ട് പ്രസ് പണ്ണണം കേട്ടേ. പ്രസ് പണി. ഓക്കെ അത് വിട്. അടുത്ത അത് കാണുന്നില്ല.